അഗ്നിപാതയിൽ വിറങ്ങലിച്ച് തങ്കമണി ഗ്രാമം. തുടർച്ചയായ അഗ്നിപാതയിൽ തികഞ്ഞ ആശങ്കയാണുള്ളത്. ഇന്നുണ്ടായ അഗ്നിപാതയിൽ പൊളിഞ്ഞത് തങ്കമണിയുടെ ചരിത്രത്തോട് കൂട്ടി വായിക്കാവുന്ന കോശിക്കടയാണ്. തങ്കമണിയിലുണ്ടായ അഗ്നിബാധയിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് ഗ്രാമവാസികൾ. 2018-ലും ഇവിടെ വൻ അഗ്നിബാധയാണ് ഉണ്ടായത്. തങ്കമണി ടൗണിന്റെ കുടിയേറ്റ ചരിത്രത്തോട് ചേർത്തു വായിക്കുവാൻ കഴിയുന്ന കോശിക്കടയാണ് ഇന്ന് കത്തിച്ചാമ്പലായത്. കുടിയേറ്റ കാലത്ത് തങ്കമണിയുടെ ചെമ്മൺപാതയിലൂടെ സർവീസ് നടത്തിയിരുന്ന കാളവണ്ടിയുടെ അമരക്കാരൻ കോശിപ്പാപ്പൻ്റെ ആയിരുന്നു ഈ വ്യാപാരശാല. പിന്നീട് മക്കൾക്ക് ഓരോ ഭാഗങ്ങൾ പകുത്തു നൽകി. മര ഉരുപ്പടികൾ കൊണ്ട് നിർമ്മിച്ച തട്ടിയും അറുത്തുകൂട്ടിപ്പണിത ഓടുമേഞ്ഞ മേൽക്കൂരയുമാണ് കെട്ടിടത്തിനുണ്ടായിരുന്നത്. പാചകവാത സിലിണ്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിച്ചത് ഏറെ പരിഭ്രാന്തിയുണ്ടാക്കി. തൊട്ടടുത്ത ഡയാന ഗിഫ്റ്റ് ഹൗസിനും ബ്യൂട്ടി സ്റ്റോഴ്സിനും കാഞ്ഞിരന്താനം ബിൽഡിങ്ങിനും സ്ഫോടനത്തിൽ നാശനഷ്ടമുണ്ടായി. ഈ സംഭവം ഉണ്ടാകുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്ത കടകളെ അല്ലെങ്കിൽ വീട്ടിലെ ആള് നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വരി ഫോൺ വിളി കേട്ടോണ്ട് ഉടനെ ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തു. പക്ഷെ ഈ അഗ്നിബാധ വന്ന സ്ഥലത്തേക്ക് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല. കാരണം അതിഭയങ്കരമായ രീതിയിലുള്ള സ്ഫോടനം നടക്കുന്ന രീതിയിലായിരുന്നു അങ്ങോട്ട് ഒരവസ്ഥ. എന്ന് വെച്ചാൽ ഗ്യാസ് കുറ്റി പൊട്ടുന്നതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് വന്നില്ല. പക്ഷെ ഈ കട തങ്കമണിയുടെ പ്രാരംഭ കാലം തൊട്ട് ഉള്ള ഒരു കടയാണ്. നമ്മുടെ കടയാണ് തൊട്ടടുത്തുള്ളത്. ആ കടയ്ക്കകത്തേക്ക് തീ ബാധിച്ചില്ല. എങ്കിലും കടയുടെ ഫ്രണ്ട് ഭാഗത്തുള്ള ബോർഡും കാര്യങ്ങളും എല്ലാം കത്തി നശിക്കുകയുണ്ടായി. ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ ഗ്ലാസുകളും എല്ലാം നശിച്ചു. ഇതിന് സമീപത്തായി 2018-ലാണ് പോൾ കൊല്ലംപറമ്പിലിന്റെ വ്യാപാരശാലയും പൂർണ്ണമായും കത്തി നശിച്ചത്. 6 പതിറ്റാണ്ടുകൾ തങ്കമണിയിൽ തല ഉയർത്തി നിന്ന തങ്കമണിക്കാരുടെ കോശിക്കടയാണ് അക്ഷരാർത്ഥത്തിൽ 1 മണിക്കൂർ കൊണ്ട് ചാമ്പൽ കോനയായി മാറിയത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.